കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. കാരണം നമ്മുടെ ഈ ഒരു ജ്വല്ലറി എങ്ങനെ കെയർ ചെയ്യാം എന്നുള്ള ഒരു കാര്യമാണ് ഞാനിതിൽ പറയുന്നത്. അപ്പം നമ്മുടെ ജ്വല്ലറി നമ്മൾ എത്രയോ വില എത്ര എക്സ്പെൻസ് കൊടുത്ത് വാങ്ങിയാലും നമ്മളത് കെയർ ചെയ്യുന്ന പോലെ ഇരിക്കും അതിൻ്റെ ലൈഫ് എത്രത്തോളം ലാസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പം അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ജ്വല്ലറി ഒരിക്കലും വാട്ടറുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരാൻ പാടില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ജ്വല്ലറിയുടെ ഉപയോഗം കഴിഞ്ഞാൽ അത് ഊരി നല്ല ഒരു ക്ലോത്ത് വെച്ച് തുടച്ച് നീറ്റാക്കി നല്ല സിപ്പ് ലോക്ക് പൗച്ചിൽ ഓരോരോ സിംഗിൾ മാലയായിട്ട് ഓരോ പൗച്ചിലിട്ട് സൂക്ഷിക്കുക. അതല്ല നമുക്കിപ്പോൾ ക്ലോത്തിൻ്റെ പൗച്ചാണെങ്കിൽ അതും നല്ലത് തന്നെയാണ്. നമുക്ക് ആമസോണിലും മീഷോയിലും ഒക്കെ വാങ്ങാനായിട്ട് കിട്ടും. അധികം എക്സ്പെൻസ് ആയിട്ടുള്ളതൊന്നുമല്ല ഈ പൗച്ച്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്തായാലും ഇതുപോലെ ജ്വല്ലറി വാങ്ങുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള പൗച്ചുകൾ വാങ്ങി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കത് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെയാണ് പിന്നെ നമ്മളിത് എവിടെയെങ്കിലും പോകാനായിട്ട് ഒരുങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്പ്രേ അടിക്കും. നമ്മൾ പെർഫ്യൂംസ് ഒക്കെ യൂസ് ചെയ്യും. അപ്പം നമ്മൾ ഒരിക്കലും മാല ഇട്ടുകൊണ്ട് നമ്മൾ പെർഫ്യൂം അടിക്കാൻ പാടില്ല. അത് കെമിക്കലാണ്. ഏതെങ്കിലും ഒരു കെമിക്കലുമായിട്ട് കോണ്ടാക്റ്റ് വന്നാലും ഈ ജ്വല്ലറീസ് ഒക്കെ ചീത്തയാവും. അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക.